തൃശൂർ വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ ചാടിപ്പോയത് തമിഴ്നാട് പോലീസിന്റെ അറിവോടെ സഹായത്തോടെ എന്ന് സംശയം. തമിഴ്നാട് പോലീസ് സംഘം മദ്യപിച്ചിരുന്നോ എന്നും സംശയം ഉയരുന്നുണ്ട്. റാഫി കരീം വിവരങ്ങൾ ചെയ്യുന്നു. റാഫി, അത്രത്തോളം കുപ്രസിദ്ധ മോഷ്ടാവാണ്, അപ്പോൾ ചുമ്മാ അങ്ങ് ചാടിപ്പോകാൻ പറ്റില്ല. അപ്പോൾ എന്തോ ഒത്തുകളി ഉണ്ടായിട്ടുണ്ട് എന്നതാണോ സംശയം, റാഫി? തീർച്ചയായും ഈ തമിഴ്നാട് പോലീസ് നിലവിൽ വിയ്യൂർ പോലീസിന് നൽകിയ വിവരങ്ങൾ, ജയിൽ അധികൃതർക്കും നൽകിയ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംശയം വരാനുള്ള ഒരു കാരണം തമിഴ്നാട് പോലീസ് പറയുന്നത് ഇവൻ ഈ ബാലമുരുകനുമായി വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് വിലങ്ങഴിച്ചു. തുടർന്ന് ഈ വിലങ്ങ് തിരിച്ച് കൈകളിൽ ഇടാൻ മറന്നുപോയി. ഇതിനിടയിൽ ജയിലിന് സമീപത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം വാഹനം നിർത്തി ഒരു ഉദ്യോഗസ്ഥന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ഈ വിലങ്ങഴിച്ചത് കൊണ്ട് ബാലമുരുകൻ കൈ ഉപയോഗിച്ച് ഈ ഉദ്യോഗസ്ഥനെ തള്ളി മാറ്റി രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയമുള്ളത് ഈ വിയ്യൂർ സെൻട്രൽ ജയിലിന് 50 മീറ്റർ മാത്രം മുന്നിലുള്ളപ്പോഴാണ് ഈ ബാലമുരുകന് വേണ്ടി വാഹനം നിർത്തി നൽകിയതെന്ന് ഇവർ പറയുന്നത്. ആ പരിസരത്ത് നിന്നാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ വിയ്യൂർ ജയിലിലേക്ക് എത്തുന്നതിന് 50 മീറ്റർ മുമ്പ് മാത്രം ഇത്തരത്തിൽ വാഹനം നിർത്തി നൽകിയത് എന്നുള്ള സംശയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ നൽകിയ വിവരങ്ങളിൽ വ്യക്തത കുറവുണ്ട്. രക്ഷപ്പെട്ടതിന് ശേഷം 10-15 മിനിറ്റിനകം വിയ്യൂർ ജയിലിൽ വിവരം അറിയിച്ചു എന്നുള്ളതാണ് ഈ തമിഴ്നാട് പോലീസ് അധികൃതർ പറയുന്നത്. എന്നാൽ അതല്ല നടന്നിരിക്കുന്നത് എന്നൊരു സംശയമാണ്. അരമണിക്കൂറിലധികം സമയം എടുത്തിട്ടുണ്ട് ഇവർ ഈ വിവരം അറിയിക്കാൻ എന്നുകൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിയ്യൂർ ജയിലിനകത്തേക്കുള്ള മതിൽ ചാടിയാണ് ഈ ബാലമുരുകൻ ആദ്യം ഓടിയതെന്നും ഇതിന് തൊട്ടു പിന്നാലെ ഇവർ ഈ പരിസരത്ത് പരിശോധന നടത്തുന്നതിനിടയിൽ റോഡിലേക്ക് ഓടിയെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും വ്യക്തത കുറവുണ്ട്. വിയ്യൂർ ജയിലിന്റെ അതീവ സുരക്ഷാ ജയിലിൽ മുൻപുണ്ടായിരുന്ന വ്യക്തിയാണ് ബാലമുരുകൻ. വിയ്യൂർ ജയിലും പരിസരവും വ്യക്തമായി അറിയാം. ഈ വണ്ടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ജയിലിനകത്തേക്ക് തന്നെ ചാടുമോ എന്നുള്ളൊരു സംശയം കൂടിയാണ്. അത് വലിയൊരു മതിലാണ്, ആ മതിൽ ചാടി കടക്കുമോ എന്നൊരു സംശയം കൂടി പോലീസുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസ് നൽകിയ വിവരങ്ങൾ അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഈ കാര്യങ്ങളിൽ വ്യക്തത. ബാലമുരുകൻ ചാടിപ്പോയത് പോലീസിന്റെ അറിവോടെയാണോ എന്നതാണ് സംശയം. അതിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.